എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. മൂലകങ്ങളും വർഗീകരണങ്ങളും എന്നുള്ള മൊഡ്യൂളിലെ നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 4ാം അധ്യായമായ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. 9ാം ക്ലാസ്സിലെ 4ാം അധ്യായമായ പീരിയോഡിക് ടേബിൾ എന്നുള്ള 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 4ാം അധ്യായമായ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിലോട്ട് പോവാം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എങ്ങനെയാണ് ഉണ്ടായത്? മൂലകങ്ങൾ സംയോജിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ. ഏകദേശം ഇതുവരെ 120ഓളം മൂലകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 90 മൂലകങ്ങൾ മാത്രമാണ് പ്രകൃതിയിൽ കണ്ടുവരുന്നത്. ബാക്കിയുള്ളതാണെങ്കിലോ കൃത്രിമ മൂലകങ്ങളാണ്. ബാക്കിയുള്ളവ എന്താണ്? കൃത്രിമമായിട്ടുണ്ടാക്കിയ മൂലകങ്ങളാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എങ്ങനെയാണ് മൂലകങ്ങൾ സംയോജിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെ ഏകദേശം എത്ര മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്? 120ഓളം മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 90 മൂലകം മാത്രമേ പ്രകൃതിയിൽ കാണുന്നവയുള്ളൂ. ബാക്കി 30 മൂലകങ്ങൾ എന്താണ്? കൃത്രിമ മൂലകങ്ങളാണ്. ഈ മൂലകങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു പട്ടിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മൂലക വർഗീകരണത്തിലുള്ള സമഗ്രമായ ഉപാധിയാണ് എന്ത്? ആ പട്ടിക എന്ന് പറയുന്നത്. ഈ പട്ടികയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടിക എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മൂലകങ്ങളെ വർഗീകരിച്ചുള്ള പട്ടികയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് വിളിക്കുന്നത്. ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണങ്ങളിലൂടെ എന്താണ് കണ്ടെത്തിയത്? മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഹെൻറി മോസ്ലി കണ്ടെത്തിയത്. മൂലകങ്ങളുടെ ഗുണങ്ങൾ അതിൻ്റെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തി. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നും ഈ പട്ടിക അറിയപ്പെടുന്നു. ഹെൻറി മോസ്ലി എന്ത് ചെയ്തു? തൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യം എന്താണ്? ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചാണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ എന്ത് ചെയ്തു? മൂലകങ്ങളെ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ഇതാണ്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആവർത്തന പട്ടികയുടെ പിതാവും ചോദിച്ചിട്ടുണ്ട്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവാരാണ്? ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലി. ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഹെൻറി മോസ്ലി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മോസ്ലി എന്നുള്ളത് നമുക്ക് മോസ്റ്റ് റീസെൻറ്റ് എന്ന് കൊടുത്താൽ മതി. മോസ്റ്റ് റീസെൻറ്റ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മോസ്ലി എന്നുള്ളത് മോസ്റ്റ് റീസെൻറ്റ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ആധുനികം എന്ന് കിട്ടുമല്ലോ. മോസ്റ്റ് റീസെൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടിക. അപ്പോൾ ഹെൻറി മോസ്ലി മോസ്റ്റ് റീസെൻറ്റ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ കാണാതെ പഠിച്ചാൽ ഇനി ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ് ആണ്. അപ്പോൾ മെൻഡലിയഫും ഹെൻറി മോസ്ലിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മോസ്റ്റ് റീസെൻറ്റ് എന്നിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ പറഞ്ഞു ആധുനികം. ഇനി നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൻ്റെ അല്ലെങ്കിൽ ഈ മൂലകങ്ങളുടെ വർഗീകരണത്തിൻ്റെ ചരിത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ ചരിത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഓരോ ശാസ്ത്രജ്ഞന്മാരും എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. പ്രധാനപ്പെട്ട പോയിൻ്റുകൾ അടങ്ങിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ച്
മുന്നോട്ട് പോകുക. ഒരു പോയിൻറ്റും മിസ്സാക്കരുത്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയ ആണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ്? ലാവോസിയ ആണ്. അപ്പോൾ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. ലാവോസിയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ. 1789 അന്ന് അറിയപ്പെടുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. അപ്പോൾ ആരാണ്? ലാവോസിയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത്. എന്നാണ്? 1789 അദ്ദേഹം എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? മൂലകങ്ങളെ എങ്ങനെയാണ് വർഗീകരിച്ചത്? ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും മൂലകങ്ങളെ വർഗീകരിച്ചുകൊണ്ട് അന്ന് കണ്ടെത്തിയ 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചുകൊണ്ട് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ലാവോസിയയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവയെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ലാവോസിയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം മൂലകങ്ങൾ എന്ത് ചെയ്തു? ലോഹങ്ങൾ അല്ലെങ്കിൽ അലോഹങ്ങൾ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു, 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. എന്നാൽ ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ലോഹങ്ങളുടെയും അതുപോലെ അലോഹങ്ങളുടെയും സ്വഭാവം, രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ, അതായത് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു? അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉപലോഹങ്ങൾ നമുക്ക് എവിടെയും ഉൾപ്പെടുത്താൻ കഴിയില്ല, കാരണം ഇതിലാകെ 2 വിഭാഗമാണ്, ലോഹങ്ങളും അലോഹങ്ങളും. അപ്പോൾ ഉപലോഹങ്ങൾ എവിടെ കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു? അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വർഗീകരണത്തിനൊരു പരിമിതി ഉണ്ട്. അപ്പോൾ ഈ പരിമിതി അടുത്തൊരു ശാസ്ത്രജ്ഞൻ വരുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഓരോരുത്തരും ശ്രമിച്ച് അതിങ്ങനെ പരിഹരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസാന ഘട്ടത്തിലെത്തിയത്. ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, അതൊരിക്കലും അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലാവോസിയനെ കുറിച്ച് പറയാം. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചു, ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചു. ഇനി അതിൻ്റെ പരിമിതി നമ്മൾ പറഞ്ഞു, ഉപലോഹങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നു, അത് കണ്ടെത്തിയപ്പോൾ. ലാവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിന് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡൊബറൈനർ ആണ്. അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് വിളിച്ചു. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ ലാവോസിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ശേഷം എന്ത് ചെയ്തു? ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഒരേ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. മൂലകങ്ങൾ എന്ത് ചെയ്തു? ഒരേ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ എന്ത് ചെയ്തു? 3 വീതം ചെറു ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഈ ചെറു ഗ്രൂപ്പുകളെ നമ്മൾ എന്താ പറയുക? ഈ 3 അടങ്ങുന്ന ഈ ചെറു ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത്? ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് നമ്മൾ പറയും ഈ ഒരു ചെറിയ ഗ്രൂപ്പുകളെ. ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. അപ്പോൾ ത്രികങ്ങളുടെ പ്രത്യേകത എന്താണ്? ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് എന്ത്? മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. അപ്പോൾ ആറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവം തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് എന്ത് ചെയ്തു? ഇത് സഹായിച്ചു. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പരിമിതിയാണ്. അപ്പോൾ ഡൊബറൈനർ ത്രികകം. അപ്പോൾ അദ്ദേഹം അങ്ങനെ കണ്ടെത്തി 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. 3 വീതമുള്ള ഒരു ഗ്രൂപ്പിൽ 3 മൂലകങ്ങളുള്ള അങ്ങനത്തെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ എന്ന് പറയുന്നത് ഈ ചെറു ഗ്രൂപ്പുകളെയാണ്. അപ്പോൾ ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. ആറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവം തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് എന്ത് ചെയ്തു? ഇത്
സഹായിച്ചു. അപ്പോൾ എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് എന്താണ്, ഈ ഒരു ത്രികങ്ങൾ എന്ന ഈ ഒരു മോഡലിൻ്റെ പരിമിതിയാണ്. അപ്പോൾ നമ്മൾ ലാവോസിയർ മൂലങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് വർഗീകരിച്ചു. പിന്നീട് ഡൊബറൈനർ എന്ത് ചെയ്തു, അത് ത്രികങ്ങൾ എന്നുള്ള 3 മൂലകങ്ങളടങ്ങിയ ചെറു ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചു. ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങളടങ്ങിയ ചെറു ഗ്രൂപ്പുകളായിട്ട് ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് രൂപീകരിച്ചു. 1866 ന്യൂലാൻഡ്സ് അന്നറിയപ്പെട്ടിരുന്ന 66 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. സ രി ഗ മ പ ദ നി സ. 8ാമത്തെ സ്വരം എന്ത് ചെയ്യും, ആദ്യത്തെ സ്വരത്തിൻ്റെ ആവർത്തനം എന്നുള്ളത് പോലെ അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളുമായി കൊണ്ട് താരതമ്യം ചെയ്തു. ഈ നിയമം അറിയപ്പെടുന്നത് എന്താണ്, അഷ്ടമ നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് എന്നറിയപ്പെടുന്നു. ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് അഷ്ടക നിയമത്തിൻ്റെ അല്ലെങ്കിൽ അഷ്ടമ നിയമത്തിൻ്റെ പരിമിതിയാണ്. ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടമ നിയമം കൊണ്ടുവന്നതാരാണ്, ന്യൂലാൻഡ്സ് ആണ് അഷ്ടമ നിയമം ആവിഷ്കരിച്ചത്. അപ്പം അന്നുണ്ടായിരുന്ന 56 മൂലകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രമത്തിൽ എഴുതിക്കൊണ്ട് എന്ത് ചെയ്തു, അഷ്ടമ നിയമം, അത് 8ാമത് വരുന്ന മൂലകം ആദ്യത്തിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അഷ്ടമ നിയമം ആവിഷ്കരിച്ചതാരാണ്, ന്യൂലാൻഡ്സ് ആണ്. 1866 അപ്പോൾ എന്താണ്, സ രി ഗ മ പ ദ നി സ എന്നുള്ള സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് അഷ്ടമ നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇദ്ദേഹം മൂലകങ്ങൾ എന്ത് ചെയ്തു, സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് 8ാം സ്വരം ആദ്യത്തെ സ്വരത്തിൻ്റെ ആവർത്തനം എന്നുള്ളത് പോലെ, സംഗീതത്തിൽ അങ്ങനെ വരുന്ന അതേ ആവർത്തനം എന്നുള്ളത് പോലെ അതേപോലെ ക്രമീകരിച്ചുകൊണ്ട് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് അഷ്ടമ നിയമം. ഇനി അഷ്ടമ നിയമത്തിൻ്റെ പരിമിതി എന്താണ്? അഷ്ടമ നിയമത്തിൻ്റെ പരിമിതി ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ഈ അഷ്ടമ നിയമം പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, അഷ്ടമ നിയമം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് എന്താണ്, അഷ്ടമ നിയമത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് അവശേഷിച്ചു. അപ്പോൾ നമ്മളൊന്നുകൂടിയും പറയാം, ലാവോസിയർ മൂലകങ്ങളുടെ വർഗീകരണം, ഡൊബറൈനർ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ്, അഷ്ടമ നിയമം ആരാണ്, ന്യൂലാൻഡ്സ്. അപ്പോൾ 3 കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആറ്റോമിക മാസ് കൂടിയത് മൂലകങ്ങൾ ഇത് പാലിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങളായിട്ട് അതിൻ്റെ കോളമാണ് തന്നിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഷ്ടകങ്ങൾ. ഇനി വർഗീകരണം പട്ടികയിലൂടെ മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, മെൻഡലിയേഫ് ആണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് എന്ന ഡി.ഐ. മെൻഡലിയേഫ് ആണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് എന്ന മെൻഡലിയേഫാണ് എന്ത്, മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മെൻഡലിയേഫ് അറിയപ്പെടുന്നത് എന്താണ്, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്, ഹെൻറി മോസ്ലിയാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്, മെൻഡലിയേഫ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലിയേഫ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ എത്ര മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്, 63 മൂലകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൂലകങ്ങളെ മെൻഡലിയേഫ് എന്ത് ചെയ്തു, ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. അപ്പോൾ ഈ മൂലകങ്ങളെ മെൻഡലിയേഫ് എന്താണ് ചെയ്തത്, ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിപ്പിച്ചു. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ എന്താണ്, മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് മെൻഡലിയേഫ് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു.
അപ്പോൾ എന്താണ് മെൻഡലീഫ് ചെയ്തത്? മൂലകങ്ങളെ മെൻഡലീഫ് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ എന്ത് ചെയ്തു? പട്ടികയിൽ വിന്യസിച്ചു. അങ്ങനെ വിന്യസിക്കുമ്പോൾ എന്തുവാണ്? മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് മെൻഡലീഫ് കണ്ടെത്തി. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ചില മൂലകങ്ങൾ ഇങ്ങനെ വിന്യസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നു എന്ന് മെൻഡലീഫ് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം ഇവിടെ കാണിച്ചിട്ടുണ്ട്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്താണ്? അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമമാണ് ഈ പറയുന്നത്. ഒന്നുകൂടി പറയാം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്താണ്? അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്താണ്? അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇനി ഈ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിന് ചില മേന്മകളുണ്ട്, അതുപോലെ പരിമിതികളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. മെൻഡലീഫാണ് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെൻഡലീഫാണ്. അപ്പോൾ അതിന് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി. അപ്പോൾ ആദ്യത്തെ മേന്മ എന്താണ്? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂലകങ്ങളെ വർഗീകരിച്ചു. ഇതെന്താണ്? രസതന്ത്ര പഠനം എളുപ്പമാക്കി. ഈ ചെയ്തത് എന്ത് ചെയ്തു? രസതന്ത്ര പഠനം എളുപ്പമാക്കി. ഇനി ചില മൂലകങ്ങൾ ആറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിന് കാരണം ആറ്റോമിക മാസ് നിർണ്ണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് ആറ്റോമിക മാസ് പുനർനിർണ്ണയിക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ചില മൂലകങ്ങളുടെ ആറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിൻ്റെ കാരണം എന്താണ്? ആറ്റോമിക മാസ് നിർണ്ണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് എന്ത് ചെയ്തു? ആറ്റോമിക മാസ് പുനർനിർണ്ണയിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അതിൻ്റെ ഉദാഹരണമാണ് ബെറീലിയത്തിൻ്റെ ആറ്റോമിക മാസ് 14 ഉണ്ടായിരുന്നത് എന്ത് ചെയ്തു? 9 പുനർനിർണ്ണയിച്ചു. ബെറീലിയത്തിൻ്റെ ആറ്റോമിക മാസ് 14 ഉണ്ടായിരുന്നത് 9 എന്ത് ചെയ്തു? പുനർനിർണ്ണയിച്ചു. കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെൻഡലീഫിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഇനിയും ഒരുപാട് മൂലകങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? അതിനുള്ള സ്ഥലങ്ങൾ തൻ്റെ പട്ടികയിൽ ഒഴിച്ചിട്ടു. അവയുടെ ഗുണങ്ങൾ, ഇനി കണ്ടെത്താനുള്ള മൂലകങ്ങളുടെ ഗുണങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ മഹാനായൊരു ശാസ്ത്രജ്ഞനാണ്. കാരണം ഇനിയും മൂലകങ്ങൾ കണ്ടെത്തും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും അതിൻ്റെ സ്ഥലം വിട്ടു. ഇനി കണ്ടെത്താനുള്ള മൂലകത്തിൻ്റെ മേന്മകൾ, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ ഇനി നമ്മൾ പറഞ്ഞപ്പോൾ മേന്മകൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ ബുള്ളറ്റ് പോയിൻ്റ് ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. അപ്പോൾ ഗുണങ്ങളിൽ വളരെ വ്യത്യാസമുള്ള ഒരേ മൂലകങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം എന്നീ മൃദുലോഹങ്ങളോടൊപ്പം എന്തൊക്കെ? കോപ്പർ, സിൽവർ എന്നിവ ഈ കാഠിന്യം കൂടിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു? വളരെയധികം ഉള്ള മൂലങ്ങൾ ഉൾപ്പെടുത്തി. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം നമ്മൾ പറഞ്ഞതാണ് മൃദുലോഹങ്ങളാണ്. അവയുടെ കൂടെ തന്നെ എന്ത് ചെയ്തു? കോപ്പറും സിൽവർ പോലുള്ള കാഠിന്യ ലോഹങ്ങളെയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹൈഡ്രജത്തിന് എന്ത് ചെയ്തു? കൃത്യമായൊരു സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം എന്ത് ചെയ്തു?
അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. അപ്പോൾ ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ഇനി അവർക്ക് സ്ഥാനം നൽകിയത് എവിടെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളോടൊപ്പം എന്ത് ചെയ്തു? അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകുകയും ചെയ്തു. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. അടുത്തൊരു ന്യൂനത എന്താണ്? ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഉദാഹരണമാണ് കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ എന്നിവയൊക്കെ. അപ്പോൾ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഉദാഹരണമാണ് കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ എന്നിവ. ആധുനിക പീരിയോഡിക് നിയമം എന്താണ്? നമ്മൾ പറഞ്ഞ മെൻഡലിയഫ് ആണ് പീരിയോഡിക് ടേബിളിൻ്റെ അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. മോസ്റ്റ് റീസെൻ്റ് എന്നുള്ളത് കണക്ട് ചെയ്യാനും നമ്മൾ പേര് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാനും പറഞ്ഞു. അപ്പോൾ ഹെൻറി മോസ്ലി 1869 മെൻഡലിയഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ എന്തുണ്ടായിരുന്നില്ല? വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. എന്നാൽ മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ഇതിനെ ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. മോസ്ലി എന്താണ് ചെയ്തത്? തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം നടത്തിയത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ആ പരീക്ഷണത്തിലൂടെ എന്ത് ചെയ്തു? മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. മൂലകങ്ങൾക്ക് എന്ത് ചെയ്തു? ക്രമ നമ്പർ നൽകി. ഇതിനെന്ത് ചെയ്തു? ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകിക്കൊണ്ട് അതിനെന്ത് വിളിച്ചു? ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് വിശേഷിപ്പിച്ചു. ആ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്താണ്? അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇനി ഗ്രൂപ്പും പീരിയഡും എന്നുള്ളത് പറഞ്ഞു നോക്കാം. പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രൂപ്പും പീരിയഡും. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് എങ്ങനെയാണ്? പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് അടിയിലേക്കുള്ള കോളങ്ങൾ. ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇങ്ങനെ ഈ മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്ന ഇവയാണ് എന്ത് പറയുന്നത്? നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. മുകളിലേക്ക് താഴെ കുത്തനെ വരുന്നതാണ് എന്ത്? ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. അപ്പോൾ മൂലകങ്ങളിലെ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്ത് ചെയ്യും? രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കും. അപ്പോൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് എന്ത്? ഒരേ ഗ്രൂപ്പിലെ മൂലകങ്ങൾ. വിലങ്ങനെയുള്ള കോളങ്ങളെ എന്താണ് പറയുന്നത്? പീരിയഡുകൾ എന്ന് പറയുന്നു. ഇപ്പോൾ വിലങ്ങനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയഡുകൾ എന്ന് വിളിക്കുന്നത്. വിലങ്ങനെയുള്ള കോളങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പീരിയഡുകൾ എന്ന് വിളിക്കുന്നത്. ക്രോസ് ആയിട്ട് പോകുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പീരിയഡ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളും പീരിയഡുകളും എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. വിലങ്ങനെയുള്ളത് പീരിയഡുകളും കുത്തനെയുള്ളത് എന്താണ്? ഗ്രൂപ്പുകളുമാണ്. ഗ്രൂപ്പുകളിലാണ് ഈ മൂലകങ്ങൾ എന്ത് ചെയ്യും? രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ഇനി ഇവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ നോക്കേണ്ട ആളുകൾക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കാം. ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആധുനിക പീരിയോഡിക് ടേബിൾ പരിശോധിച്ച് താഴെ തന്നിരിക്കുന്നവ പൂർത്തിയാക്കുക. ആകെ പീരിയഡുകളുടെ എണ്ണം, ഏറ്റവും ചെറിയ പീരിയഡ്, മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം, ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. ഇതൊക്കെ നമ്മളോട് ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നറിയാമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ പഠിച്ചു വെക്കണം.
പീരിയോഡിക് ടേബിളിലെ സമാന ഗുണങ്ങളുള്ള മൂലങ്ങൾ എവിടെയാണ്? ഒരേ ഗ്രൂപ്പിലാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ സമാന ഗുണങ്ങളുള്ള മൂലങ്ങൾ എവിടെയാണ്? ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും എന്നുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. ഒരു മൂലകത്തെക്കുറിച്ച് എന്തെല്ലാം വസ്തുതകൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് പറഞ്ഞിരിക്കുകയാണ്. പേര്, പ്രതീകം, അതുപോലെ എന്തൊക്കെ കഴിയും എന്നുള്ളത്. പിന്നെ ആറ്റോമിക നമ്പർ, ആറ്റോമിക മാസ് എന്നിവയൊക്കെ കണ്ടെത്താൻ കഴിയും. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് പീരിയോഡിക് ടേബിളിലെ ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസമാണ്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആറ്റോമിക നമ്പർ കൊടുത്തിട്ടുണ്ട്. 1, 3, 11, 19, 37, 55, 87. ഇനി ഇലക്ട്രോൺ വിന്യാസം 1, 2, 1, 2, 8, 1, 2, 8, 8, 1 അങ്ങനെ തന്നിട്ടുണ്ട്. ഈ മൂലകങ്ങളുടെ ബാഹ്യതമശലിലെ ഇലക്ട്രോൺ വിന്യാസത്തിന് എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? അപ്പോൾ നോക്കി, ഇതിൻ്റെ ബാഹ്യതമശലിലെ ഇലക്ട്രോൺ വിന്യാസത്തിന് എന്താ പ്രത്യേകത? ഇലക്ട്രോൺ വിന്യാസം തുല്യമാണ്. എല്ലാ ബാഹ്യതമശലിലും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മൂലകങ്ങൾ ഏത് രീതിയിലാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് നമ്മളോട് കണ്ടെത്താണ്. ഒന്നാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ പൊതുവേ ഒരേ രാസഗുണം പ്രകടിപ്പിക്കുന്നതിനുള്ള കാരണം എന്താണ്? അതിൻ്റെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോൺ വിന്യാസം തുല്യമാണ്. അതുകൊണ്ടാണ് അത് ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ പൊതുവേ ഒരേ രാസഗുണം പ്രകടിപ്പിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാം ഗ്രൂപ്പിലും ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം അതുപോലെ എഴുതി നോക്കാനാണ് പറയുന്നത്. സമാനമായ പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഒന്നും കൂടി പറയാം. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അവയുടെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതിനാൽ ഒരേ ഗ്രൂപ്പിൽപ്പെടുന്ന മൂലകങ്ങൾ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കും. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ എന്ത് ചെയ്യും? പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ രാസഗുണങ്ങളിൽ എന്ത് ചെയ്യും? സാദൃശ്യം കാണിക്കും. പൊതുസ്ഥലങ്ങളിലല്ല, രാസഗുണങ്ങളിൽ എന്ത് ചെയ്യും? സാദൃശ്യം കാണിക്കും. പട്ടിക നൽകിയിട്ടുള്ള മൂലകങ്ങളുടെ ഗ്രൂപ്പും പീരീഡും നമ്മളുടെ വർക്കായിട്ട് തന്നിരിക്കുക. രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് പരിശോധിക്കും. അതും ജസ്റ്റ് ഒരു വർക്കായിട്ടാണ്. ഇവിടെ പ്രത്യേകത എന്താണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ രണ്ടാം പീരീഡിലെ മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടു കൂടി 10 കൂട്ടിയാൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞ ബോറോണ്, കാർബൺ, നൈട്രജന്, ഓക്സിജന്, നിയോണ് എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടിയാൽ എന്ത് കിട്ടും? അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. മുകളിലാണെങ്കിലോ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ആണ് എന്ത്? അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കാം. ഒന്നാം ഗ്രൂപ്പ് നമ്മൾ നോക്കി, ഹൈഡ്രജൻ മുതൽ ഫ്രാൻസിയം വരെയുള്ള. രണ്ടാം ഗ്രൂപ്പ് ബെറീലിയം മുതൽ റേഡിയം വരെയുള്ള ഈ 1, 2 ഗ്രൂപ്പ്. അപ്പോൾ ഈ 1, 2 ഗ്രൂപ്പിലെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എടുത്തു നോക്കുക. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. നമ്മൾ ഗ്രൂപ്പ് എന്താണ് പറയുക? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുകൾ മുതൽ അടി വരെ കുത്തനെയുള്ളതാണ് എന്ത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പീരിയഡ് എന്ന് പറയുന്നത് നമ്മുടെ വിപരീത, അതായത് ക്രോസ് ആയിട്ടുള്ളതാണ് എന്ത്? പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുകൾ മുതൽ താഴെ വരെയുള്ള ഈ കുത്തനെയുള്ളത് എന്താണ്? അതാണ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ ഈ ഹൈഡ്രജൻ തുടങ്ങി ഫ്രാൻസിയം വരെയുള്ള ഒന്നാം ഗ്രൂപ്പും
ബെറീലിയം തുടങ്ങി റേഡിയം വരെയുള്ള ഈ രണ്ടാം ഗ്രൂപ്പും എടുത്തു നോക്കുക. ഇതിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് എന്ത്, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഉദാഹരണമാണത്. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എടുത്ത് നോക്കുക, അത് തന്നെയാണ് എന്ത്, അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഇത്. ഒരു മൂലകം തന്നിട്ട് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഏതാണെന്ന് കണ്ടെത്താൻ തന്നാൽ നമ്മൾക്കറിയാം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്, അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നോക്കുക, അത് തന്നെയാണ് എന്ത്, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരിക. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ്, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൻ്റെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ നമ്പറിനോട് കൂടി 10 കൂട്ടിയാൽ എന്ത് കിട്ടും, അതിൻ്റെ നമ്പറിനോട് 10 കൂട്ടിയാൽ എന്ത് കിട്ടും, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പോൾ 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ രണ്ടാം പീരിയഡിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നോക്കാം നമുക്ക്. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ രണ്ടാം പീരിയഡിൽ 13 മുതൽ 18 വരെയുള്ള രണ്ടാം പീരിയഡിൽ രണ്ടാം പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോറോൺ മുതൽ നിയോൺ വരെയുള്ളതാണ് എന്ത്, രണ്ടാം പീരീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത നോക്കാം. അപ്പോൾ 13 മുതൽ 18 വരെയുള്ള രണ്ടാം പീരീഡിലെ മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്, ആർഗൺ വരെ, അതായത് ബോറോൺ മുതൽ ആർഗൺ വരെയുള്ള മൂലകങ്ങളുടെ പ്രത്യേകത ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടു കൂടി. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഇപ്പോൾ ബോറോണിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്, 3 ഇതിനോട് 10 കൂട്ടിയാൽ എന്ത് കിട്ടും, ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പോൾ ഈ ബോറോൺ മുതൽ നമ്മൾ ആർഗൺ വരെയുള്ള ഈ ആർഗണിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 8. 8നോട് 10 കൂട്ടിയാൽ എന്താണ്, 18 കിട്ടും. അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരിക. അപ്പോൾ ഈ രണ്ടാം പീരിയഡിലുള്ള 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 പ്രത്യേകത കിട്ടിയല്ലോ, ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള 2 പ്രത്യേകതകൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇലക്ട്രോൺ വിന്യാസം, ഷെല്ലുകളുടെ എണ്ണം, പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം പൂരിപ്പിക്കാണ്ട് അതിനു മുമ്പ് നമ്മൾ ഈ പോയിൻ്റ് ഒന്ന് വായിക്കണം. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമാണ്. ഒരു മൂലകത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണവും അതിൻ്റെ പീരിയഡ് നമ്പറും എന്താണ്, തുല്യമാണ്. അപ്പോൾ ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇലക്ട്രോൺ വിന്യാസം, ഷെല്ലുകളുടെ എണ്ണം, അതേപോലെ പീരിയഡ് നമ്പർ. അപ്പോൾ ആദ്യം പൊട്ടാസ്യത്തിൻ്റെ നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ ആണെങ്കിൽ 2, 8, 1 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ അതിൽ ഷെല്ലുകൾ എത്ര ഉണ്ട്, 3 ഷെല്ലുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ എന്താണ്, 3. ഇനി കാർബണിൻ്റെ ആണെങ്കിലോ, കാർബൺ അല്ല, കാൽസ്യത്തിൻ്റെ ആണെങ്കിലോ, കാൽസ്യത്തിൻ്റെ ആണെങ്കിൽ 2, 8, 8, 2. അപ്പോൾ എത്ര ഷെല്ലുകളാണ്, 4 ഷെല്ലാണ്. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ എത്രയാണ്, 4 തന്നെയാണ്. അടുത്തത് ഗാലിയത്തിൻ്റെ ആണെങ്കിൽ 2, 8, 18, 3. അപ്പോൾ എത്രയാണ്, 4 ഷെല്ലുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ എന്താണ്, 4 ഇനി അവസാനത്തേതോ ഇറീഡിയം അല്ല, അവസാനത്തെ മൂലകത്തിൻ്റെ ആണെങ്കിൽ 5 ഷെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ എന്താണ്, പീരിയഡ് നമ്പർ തന്നെയാണ് 5. അപ്പോൾ ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമാണ്. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും എന്താണ്, തുല്യമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് മൂലക കുടുംബങ്ങളാണ്. മൂലകങ്ങൾ നമ്മളറിയാം, 1-ാം ഗ്രൂപ്പ്, 2-ാം ഗ്രൂപ്പ്, അതുപോലെ ഓരോ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ
ഏത് കുടുംബത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു കോളാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാം ഗ്രൂപ്പിൽ ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ഒന്നാം ഗ്രൂപ്പിൽ ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാം ഗ്രൂപ്പിൽ ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ഒന്നാം ഗ്രൂപ്പിലെ ആൽക്കലി ലോഹങ്ങൾ, രണ്ടാം ഗ്രൂപ്പിലോ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് സംക്രമണ ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ എന്താണ്? സംക്രമണ ലോഹങ്ങളാണ്. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങൾ. ഇങ്ങനെയാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വരുന്നത്. ഒന്നുകൂടിയും പറയാം. ഗ്രൂപ്പ് 1 ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ്. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെ ഏതാണ്? സംക്രമണ ലോഹങ്ങളാണ്. 13 ബോറോൺ കുടുംബമാണ്. 14 കാർബണിൻ്റെ കുടുംബമാണ്. 15 നൈട്രജൻ കുടുംബമാണ്. 16 ഓക്സിജൻ കുടുംബം. 17 ഹാലോജനുകൾ. 18 ഉത്കൃഷ്ട വാതകങ്ങൾ. ഇത് പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 18ാം ഗ്രൂപ്പ് മൂലകം ഏത്, 15ാം ഗ്രൂപ്പ് മൂലകം ഏത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജൻ്റെ സ്ഥാനം. പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജൻ്റെ സ്ഥാനം ഇപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാണ്. മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. എന്നാൽ ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ ദ്വയാറ്റോമികമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ സ്ഥാനം എപ്പോഴും കൊടുത്തിരിക്കുന്നത് എന്താണ്? ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായിട്ടാണ് ഹൈഡ്രജന് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഹൈഡ്രജൻ എന്താണ്? ഒരു അലോഹമാണ്. പോരാത്തതിന് എന്താണ്? ദ്വയാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങളാണെങ്കിൽ ഏകാറ്റോമികമാണ്, മൂലകങ്ങളാണ്. എന്നാൽ ഹൈഡ്രജൻ ആണെങ്കിലോ അതൊരു ദ്വയാറ്റോമിക മൂലകമാണ്. അതുകൊണ്ട് എന്താ എപ്പോഴും ഹൈഡ്രജൻ്റെ സ്ഥാനം ഒരു ചർച്ചാ വിഷയമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ ചില രാസപ്രവർത്തനങ്ങളിൽ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആൽക്കലിയുടെ അതേ സ്വഭാവം ഹൈഡ്രജനുള്ളത് എന്താ വെച്ചാൽ ചില രാസപ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടാറുണ്ട്. അതേസമയം ചില രാസപ്രവർത്തനങ്ങളിൽ ഹാലോജനുകളെ പോലെ ഒരു ഇലക്ട്രോൺ നേടുകയും ചെയ്യും. അപ്പോൾ ഈ ആൽക്കലി എന്ത് ചെയ്യും? ആൽക്കലി ലോഹങ്ങളുടെ അതേ സവിശേഷത കാണിക്കുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹാലജൻ്റെ പോലെ അതേ സവിശേഷതയും കാണിക്കും. കാരണം ആൽക്കലിയെ പോലെ രാസപ്രവർത്തനത്തിൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. എന്നാൽ ഹാലജനുകളെ പോലെ ചില രാസപ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? ഹാലജനുകൾ പോലെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നേടുകയും ചെയ്യുന്നു. അപ്പോൾ ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? വാതകാവസ്ഥയിലാണ്. അപ്പോൾ ആൽക്കലി ലോഹങ്ങളൊക്കെ ഖരാവസ്ഥയിലാണ്, എന്നാൽ ഹൈഡ്രജനോ വാതകാവസ്ഥയിലാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കുമ്പോൾ തന്നെ ഹൈഡ്രജൻ്റെ അയോണീകരണ ഊർജ്ജം എന്താണ്? ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം കുറവാണെങ്കിൽ എന്താണ്? ഹൈഡ്രജൻ്റെ അയോണീകരണ ഊർജ്ജം കൂടുതലാണ്. എന്തുപോലെ? ഹാലജനുകളെ പോലെ കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റഡോണാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? റഡോണാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റഡോൺ ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയാണ്. ചില രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തും, ചില രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണിനെ നേടുന്നു. അതേപോലെ എന്താണ്? വാതകാവസ്ഥയിലാണ് ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അയോണീകരണ ഊർജ്ജം ഹൈഡ്രജന് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ ഹൈഡ്രജൻ്റെ പ്രത്യേകതയാണ്. ചിലപ്പോൾ ഇതിൽ നിന്നെടുത്തിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിലെ ഓരോരോ മൂലകങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ കാറ്റഗറിയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്.
പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13, 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ എന്താണ്? നിങ്ങൾക്ക് പരിചയമുള്ളവയാണോ? ഇവയിൽ ലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ, അലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഖരം, ദ്രാവകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളുണ്ടോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകൾ, അതുപോലെ 13, 18 വരെയുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മളോട് പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഗ്രൂപ്പുകളുടെ പ്രത്യേകത പറയാം. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൻ്റെ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നവയാണ്. ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയവയാണ്. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് എന്ത്? പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രാതിനിധ്യ മൂലകങ്ങൾ ഏതാണ്? 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെ ഉള്ള ഗ്രൂപ്പുകളിൽ. അപ്പോൾ 1, 2 ഗ്രൂപ്പുകൾ, അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ, ഇവയിലെ മൂലകങ്ങളെ അറിയപ്പെടുന്നതാണ് എന്ത്? പ്രാതിനിധ്യ മൂലകങ്ങളെന്ന് ഇവയിലെ മൂലകങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ മൂലകങ്ങൾ എന്ത് ചെയ്യും? ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കും. ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൽ എന്ത് ചെയ്യും? ക്രമാവർത്തന പ്രവണത കാണിക്കും. അതുപോലെ ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയവയും ആണ്. അപ്പോൾ ഇതാണ് എന്ത്? ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവയെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 1, 2, അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. അടുത്തതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ 18ാം ഗ്രൂപ്പിൽപ്പെട്ട വാതകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? 18ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളാണ് എന്ത്? ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. സംക്രമണ മൂലകങ്ങളോ? ട്രാൻസിഷൻ ഓഫ് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണെന്ത്? സംക്രമണ മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണെന്ത്? സംക്രമണ മൂലകങ്ങൾ. ഇനി സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? സംക്രമണ മൂലകങ്ങളാണ്. അവയുടെ പ്രത്യേകത എന്താണ്? സംക്രമണ മൂലകങ്ങളൊക്കെ എന്താണ്? ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും ഇവ എന്ത് ചെയ്യും? രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കും. ഇനി ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ്. പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിലെ 57 മുതൽ 71 വരെയുള്ള ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ എവിടെയാണ് സ്ഥാനം എന്ന് കണ്ടെത്തൂ. ഇതുപോലെ 7ാം പീരിയഡിലെ 89 മുതൽ 103 വരെ ആറ്റോമിക നമ്പറുകൾക്കുള്ള മൂലകങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ചുവടെ പ്രത്യേകമായാണല്ലോ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഈ മൂലകങ്ങൾ എന്ത് ചെയ്യും? അന്തഃസംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടും. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിലെ 57 മുതൽ 71 വരെ, അതുപോലെ 7ാം പീരിയഡിലെ 89 മുതൽ 103 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്ക് എന്താണ് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിന് ചുവടെയാണ് പ്രത്യേകം സ്ഥാനം നൽകിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തഃസംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അന്തഃസംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിലെ 57 മുതൽ 71 വരെ, അതുപോലെ 7ാം പീരിയഡിലെ 89 മുതൽ 103 വരെ. ഇവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അന്തഃസംക്രമണ മൂലകങ്ങൾ അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവക്ക് പീരിയോഡിക് ടേബിളിൻ്റെ താഴെ ഭാഗത്താണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. 6ാം പീരിയഡിൽ ഉൾപ്പെടുന്ന ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങളെയാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്തഃസംക്രമണ മൂലകങ്ങൾ താഴെ പ്രത്യേകം കൊടുത്ത മൂലകങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ ലാന്തനോയിഡ് മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 6ാം പീരിയഡിലെ ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. 6ാം പീരീഡിലെ ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്റ്റിനോയിഡുകൾ എന്താണ്? 7ാം പീരീഡിൽ ഉൾപ്പെടുന്ന ആക്റ്റിനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെയാണ് നമ്മൾ ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 7ാം പീരീഡിലെ ആക്റ്റിനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെയാണ് നമ്മളെന്ത് ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ലാന്തനോയിഡുകൾ റയർ എർത്ത് എന്നും അറിയപ്പെടുന്നു. ആക്റ്റിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യ നിർമ്മിതമാണ്. ലാന്തനോയിഡും ആക്റ്റിനോയിഡും എന്താണെന്ന് പറഞ്ഞു. ഇനി ലാന്തനോയിഡുകളെ നമ്മൾ എന്ത് ചെയ്യും? റയർ എർത്ത് മൂലകങ്ങളെന്നും അറിയപ്പെടും. അപ്പോൾ ലാന്തനോയിഡുകൾ എന്ത് പേരിലും അറിയപ്പെടും? റയർ എർത്ത് മൂലകങ്ങൾ, റയർ എർത്ത് എന്നും അറിയപ്പെടും. അപ്പോൾ ലാന്തനോയിഡുകൾ, അപ്പോൾ റയർ എർത്തുകൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലാന്തനോയിഡുകളാണ്. ഉദാഹരണം ലാൻഡിയം മുതൽ യുറേഷ്യം വരെയുള്ള മൂലകങ്ങൾ. ആക്റ്റിനോയിഡുകളിൽ ഏതാണ്? യുറേനിയ ആക്റ്റിനോയിഡുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ആക്റ്റിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളെല്ലാം മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ്. അപ്പോൾ ആക്റ്റിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ്. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പുകളിൽ ആറ്റത്തിൻ്റെ ബോർ മാതൃക പരിചയപ്പെടും. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളാണ് വർക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കിവിടെ കളർ കൊടുത്തത് നോക്കാം. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം എന്താണ്, ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ വലിപ്പം വരുന്നത് എന്നാണ് പറയുന്നത് ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ ആറ്റത്തിൻ്റെ വലിപ്പം നോക്കാം. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. പ്രധാന പോയിൻ്റാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ അതുമൂലം എന്താകും? മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പവും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണവും ആറ്റത്തിൻ്റെ വലിപ്പവും വർദ്ധിക്കുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം ഇനി പീരിയഡിലാണെങ്കിലോ? അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പുകളിൽ എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, ഷെല്ലുകളുടെ എണ്ണവും കൂടുന്നു. ഇനി പീരിയഡിലാണെങ്കിലോ? പീരിയഡ് ടേബിളിലെ 2ാം പീരിയഡിലെ ആറ്റോമിക നമ്പർ 3 മുതൽ 9 വരെയുള്ള മൂലകങ്ങൾ ബോർ മാതൃകകൾ ചിത്രീകരിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളോട് നോക്കാനാണ്, പരീക്ഷണം നടത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് ചാർജുള്ള ആകർഷിക്കുമല്ലോ ചാർജിനനുസരിച്ച് ബാഹ്യദംശയിൽ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ആറ്റത്തിൻ്റെ വലിപ്പം പീരിയഡിലാണെങ്കിൽ എന്താണ്? പീരിയഡിലാണെങ്കിൽ കുറയുകയാണ് ചെയ്യുക. പീരിയഡിലാണെങ്കിൽ അങ്ങോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞ് വരികയാണ് ചെയ്യുക. വലത്ത് നിന്നും, അതായത് പീരിയഡിൽ ഇടത്ത് നിന്നും വലത്തോട്ട് പോകുന്തോറും. നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിൻ്റാണ്, പീരിയഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് കൂടും. അതുകൊണ്ട് എന്ത് ചെയ്യും? അതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ മേലുള്ള ആകർഷണ ബലം കൂടും. അപ്പോൾ അതുകൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞ് വരുന്നു. അപ്പോൾ പീരിയഡുകളിൽ ഇടത്ത് നിന്നും വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലവും കൂടും. ഇത് രണ്ടും കൂടുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞ് വരുന്നു. ഇപ്പോൾ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടും, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. എന്നാൽ ഇടത്തുനിന്ന് വലത്തോട്ട്, പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടും. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ മേലുള്ള ആകർഷണ ബലം കൂടും. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വലിപ്പം കുറഞ്ഞ് വരും. ഇനി അയോണീകരണ ഊർജം, അയോണൈസേഷൻ എനർജി അഥവാ അയോണീകരണ ഊർജം.
അയോണീകരണ ഊർജം എന്താണ് എന്നുള്ളത് നോക്കാം. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജ്ജം. അപ്പോൾ വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണെന്ത്? ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജ്ജം. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണെന്ത്? ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി അയോണീകരണ ഊർജ്ജത്തിൻ്റെ മറ്റൊരിതാണ്, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? അയോണീകരണ ഊർജ്ജം കുറയും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം കുറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? അയോണീകരണ ഊർജ്ജം കുറയും. ഇനി അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വലിപ്പവും. അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വലിപ്പവും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസിന് ബാഹ്യതമ ഇലക്ട്രോണുകളിന്മേലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വലിപ്പമാണ് എന്ത്? അയോണീകരണ ഊർജ്ജത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? അയോണീകരണ ഊർജ്ജം കുറയുകയും ചെയ്യുന്നു. ഇനി ആറ്റോമിക ആരം. ആറ്റോമിക ആരം എന്ന് പറഞ്ഞിട്ടൊരു കോളം ഇവിടെ ഉണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണെന്ത്? ആറ്റോമിക ആരം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റോമിക ആരം. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള രീതിയാണെന്ത്? ആറ്റോമിക ആരം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണെന്ത്? ആറ്റോമിക ആരം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക ആരം എന്ന് പറയുന്നത്. ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റോമിക ആരവും കൂടുന്നു. ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റോമിക ആരം കൂടുന്നു. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണെന്ത്? ആറ്റോമിക ആരം. ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റോമിക ആരവും കൂടുന്നു. ആറ്റോമിക ആരം എന്നുള്ള പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ള പോയിൻ്റാണത്. നമ്മൾ അയോണീകരണ ഊർജ്ജം ഒക്കെ പറഞ്ഞു. ഇനി ഇവിടെയുള്ള ഒരു പോയിൻ്റാണ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജ്ജം കുറയും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അയോണീകരണ ഊർജ്ജം കുറയും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ്. അപ്പോൾ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? ആകർഷണ ബലം കുറയും. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലേക്കുള്ള ആകർഷണ ബലം കുറയും. അപ്പോൾ എന്ത് ചെയ്യും? അയോണീകരണ ഊർജ്ജം കുറയുന്നു. അതിനനുസരിച്ച് പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജ്ജം കൂടുന്നു. പോസിറ്റീവ് അയൺ ഉണ്ടാവാനുള്ള പ്രവണത കുറയുന്നു. അപ്പോൾ നോട്ട് ചെയ്യേണ്ട 2 പോയിൻ്റാണ്. ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യും? കുറയും. പീരിയഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അയോണീകരണ ഊർജ്ജം കൂടും. ഈ 2 പോയിൻ്റാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. അപ്പോൾ അയോണീകരണ ഊർജ്ജത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോനെഗറ്റീവ് മൂലകങ്ങൾ എന്നും പറയുന്നു.
ഇപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് പറയും. അതുപോലെ രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളെന്നും പറയും. അപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നത് ഏതാണ്? ലോഹങ്ങളാണ്. അവയെ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളെന്ന് വിളിക്കും. അലോഹങ്ങളാണെങ്കിലോ ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറും. അവയെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളെന്നും വിളിക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രോ നെഗറ്റിവിനെ കുറിച്ച് പറയാനുള്ളത്. ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെ വ്യത്യാസപ്പെടുന്നു, ഇതൊക്കെ നമ്മളോട് നോക്കി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണെന്ത്? ഉപലോഹങ്ങൾ. സിലിക്കൺ, ജർമ്മനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവയാണ് എന്തിന്? ഉപലോഹങ്ങൾക്ക് അഥവാ മെറ്റലോയിഡ്സിന് ഉദാഹരണം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? ഉപലോഹങ്ങൾ എന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? സിലിക്കൺ, ജർമ്മനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം. ഉപലോഹങ്ങൾക്ക് ഉദാഹരണം സിലിക്കൺ, ജർമ്മനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവയാണ് എന്ത്? ഉപലോഹങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ രണ്ടിൻ്റെയും പ്രത്യേകത, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും പ്രത്യേകത സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപലോഹങ്ങളെന്ന് പറയുന്നത്. ഇനി പ്രവണതകൾ ഗ്രൂപ്പിൽ നിന്നും താഴോട്ട്, പീരിയഡിൽ നിന്നും ഇടത്തുനിന്ന് വലത്തോട്ട്. അപ്പോൾ നമുക്ക് ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ്? ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? വലുപ്പം കൂടുന്നു. പീരിയഡിൽ നിന്ന് ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു. ലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ നിന്ന് പോകുമ്പോഴോ ലോഹ സ്വഭാവം കൂടുന്നു. അലോഹ സ്വഭാവം കൂടുന്നു, പീരിയഡിലാകുമ്പോൾ കുറയുന്നു. അയോണീകരണ ഊർജം കുറയുന്നു, പീരിയഡിലാകുമ്പോൾ കൂടുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് കുറയുന്നു, എന്നാൽ പീരിയഡിലാകുമ്പോൾ കൂടുന്നു. അപ്പോൾ ഈ പോയിൻ്റുകൾ നോട്ട് ചെയ്യുക. ഇനി ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനത്തിൽ വരുന്ന ഒരു സംഭാവന അല്ലെങ്കിൽ കണ്ടെത്തൽ ശാസ്ത്രജ്ഞൻ്റെ പേര് എന്നുള്ള കോളം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ത്രികങ്ങൾ ആരുടെ കണ്ടെത്തലാണ്? ഡൊബറൈനറിൻ്റെ. ന്യൂലാൻസിൻ്റെ കണ്ടെത്തൽ എന്താണ്? ന്യൂലാൻസിൻ്റെ അഷ്ടക നിയമം. ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന രീതിയിലുള്ള മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ലാവോസിയെ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആരാണ്? ലാവോസിയെ. അദ്ദേഹം എങ്ങനെയാണ് വർഗീകരിച്ചത്? ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെയാണ് വർഗീകരിച്ചത്. ഇനി ആധുനിക പീരിയോഡിക് നിയമം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് അല്ലെങ്കിൽ ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു, കോഡ് പറഞ്ഞു, മോസ്റ്റ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞു, ഹെൻറി മോസ്ലി. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ്? മെൻഡലിയേഫ് ആണ്. അപ്പോൾ അത് ഈ പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രകാരം നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ്. ഓക്കെ, ഇങ്ങനെ വന്ന ഇതേ പ്രകാരം തന്നെ ചോദ്യങ്ങൾ ഈ ഒരു കോളം എടുത്ത് വന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാൻ ഒരു തവണ വന്നിട്ടുണ്ട്. അതുപോലെ ബന്ധം കണ്ടെത്താനും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ചില മൂലകങ്ങളുടെ പ്രതീകം നൽകിയിരിക്കുന്നു. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അവ ഉൾപ്പെടുന്ന പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്താനാണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്താനാണ്. അത് നിങ്ങൾ നോട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളെ മൊഡ്യൂളിലെ മൂലകങ്ങളും വർഗീകരണങ്ങളും എന്നുള്ള നമ്മുടെ ഈ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.